മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनमधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. മഹിഷാസുരനും ദേവിയും ആയിട്ടുള്ളതായിട്ടുള്ള യുദ്ധമാണ്. അവിടെ മഹിഷാസുരൻ ദേവിയെ കണ്ടതായിട്ടുള്ള ആ രൂപത്തിനെ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് ആ യുദ്ധം ചെയ്യാനായിട്ട് ഓരോരോ സേനാധിപന്മാരും എങ്ങനെയാണ് എത്രയെത്ര ഭടന്മാരോട് കൂടിയിട്ടാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് എന്ന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അസുരന്മാരാണ് ദേവിയോട് ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടത്. ഓരോരോ സേനാധിപന്മാരുടെ കീഴിലും അനവധി ഭടന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ മഹിഷാസുരൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത് പറയണത്. കോടി കോടി സഹസ്രൈസ്തു രഥാനാം ദന്തിനാം തഥാ ഹയാനാം ച വൃതോ യുദ്ധേ തത്രാഭൂൻ മഹിഷാസുരഃ. തത്ര അഭൂത് മഹിഷാസുരഃ. മഹിഷാസുരഃ തത്ര അഭൂത്. മഹിഷാസുരൻ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. തത്ര അഭൂത്, അവിടെ ഉണ്ടായി. അതായത് യുദ്ധത്തിൽ, ആ യുദ്ധഭൂമിയിൽ മഹിഷാസുരനും ഉണ്ടായി വന്നു എന്നുള്ളതാണ്. എങ്ങനെ? കോടി കോടി സഹസ്രൈഹി തൂ, കോടി കോടി സഹസ്രൈഹി, കോടി കോടി കണക്കിന് ഉള്ളതായിട്ടുള്ള സേനകളോടുകൂടി. എങ്ങനെ? രഥാനാം, രഥങ്ങള്, കോടിക്കണക്കിന് രഥങ്ങള് എന്ന് പറയുമ്പോൾ രഥികളും ഉണ്ട് അവിടെ ഒപ്പം എന്നുള്ളതാണ്. ദന്തിനാം, ദന്തി എന്ന് പറഞ്ഞാൽ ഗജങ്ങള്, ആനകള്. ആ ആനകള് മാതിരി കോടിക്കണക്കിന് ഗജങ്ങളും ഉണ്ട്. തഥാ ഹയാനാം, ഹയങ്ങള്, കുതിരകള്, അതായത് കുതിരപ്പുറത്തുള്ളതായിട്ടുള്ള യോദ്ധാക്കള്, ആനപ്പുറത്തുള്ളതായിട്ടുള്ള യോദ്ധാക്കള്, രഥങ്ങളിലുള്ളതായിട്ടുള്ള യോദ്ധാക്കള് ഒക്കെ കോടി കണക്കിനുണ്ട് എന്നാണ്. ഹയാനാം ച കോടി കോടി എല്ലാറ്റിൻ്റെയും കോടി സഹസ്രൈഹി എന്നുള്ളതാണ്. വൃതഃ, ഒരാൾ ചുറ്റപ്പെട്ടവനായി ോടുകൂടി. യുദ്ധത്തിൽ തത്രാഭൂത് മഹിഷാസുരഃ. തത്ര യുദ്ധേ, ആ യുദ്ധത്തിൽ മഹിഷാസുരഃ അഭൂത്, മഹിഷാസുരനും ഉണ്ടായി എന്നുള്ളതാണ്. തോപരൈർഭിണ്ടിപാലൈശ്ച ശക്തിഭിർമുസലൈരപി യുയുധു സംയുഗേ ദേവ്യാ ഖഡ്ഗൈഃ പരശുപട്ടിസൈഃ. യുയുധു സംയുഗേ ദേവ്യാ, സംയുഗേ യുദ്ധത്തിൽ, ദേവ്യാ യുയുധു, ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. ദേവ്യാ യുയുധു, ദേവിയോടുകൂടി യുയുധു യുദ്ധം ചെയ്തു. എങ്ങനെയാണ്? തോമരൈഹി, തോമരങ്ങളെ കൊണ്ടും, ഭിണ്ടിപാലൈഹി, ഒക്കെ ഓരോരോ ആയുധവിശേഷങ്ങളാണ്. തോമരൈഹി ഭിണ്ടിപാലൈഹി ച ശക്തിഭിഹി, ശക്തികള്, മുസലൈഹി അഭി, മുസലകള്, ഇങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള ആയുധങ്ങള്. ഈ തോമരങ്ങളൊക്കെ ഓരോരോ ആയുധങ്ങള് എന്നുള്ളത് തന്നെ ഉള്ളൂ. ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലാണ്, മുസലൈഹി എന്ന് പറഞ്ഞാൽ ഒലയ്ക്ക. ഇങ്ങനെ യുയുധു സംയുഗേ ദേവ്യ, സംയുഗത്തിൽ, യുദ്ധത്തിൽ ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. ഖഡ്ഗൈഹി പരശു പട്ടിസൈഹി, ഖഡ്ഗങ്ങളെ കൊണ്ടും, അതൊക്കെ തോമരൈഹി ഭിണ്ടിപാലൈഹി ശക്തിഭിഹി മുസലൈഹി ഖഡ്ഗൈഹി പരശു പട്ടിസൈഹി എന്ന്. പട്ടിശം എന്നുണ്ട്, പട്ടിസം എന്നുണ്ട്, രണ്ടും കാണാനുണ്ട് ശ്ലോകത്തില്. ഖഡ്ഗൈഹി പരശു പട്ടിസൈഹി, ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ളതായിട്ടുള്ള വിവിധ ആയുധങ്ങളെ കൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്തു ഈ കോടി കണക്കിനുള്ളതായിട്ടുള്ള ഭടന്മാരോടുകൂടി സേനാപതികൾ എന്നാണ്. കേചിച്ചിക്ഷിപുശ്ചത്തീഹി കേചിത് പാശംസ്തഥാ പരേ ദേവീം ഖഡ്ഗപ്രഹാരൈശ്ച തേ താം ഹന്തും പ്രചക്രമുഹു. തേ അവർ, അതായത് ഈ അസുരന്മാർ, താം ഹന്തും ആ ദേവിയെ ഹനിക്കുവാനായി, വധിക്കുവാനായി, താം ഹന്തും ആ ദേവിയെ ഹനിക്കുവാനായി, പ്രചക്രമുഹു ആരംഭിച്ചു, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നാണ്. പ്രചക്രമുഹു എന്ന് വെച്ചാൽ ആരംഭിച്ചു എന്നാണ് ശരിക്കർത്ഥം. അതായത് അതിനുള്ളതായിട്ട് ശ്രമങ്ങൾ നടത്തി തുടങ്ങി എന്നുള്ളതാണ്. കേചിത് എങ്ങനെയാണ്? ചിലർ, ചിക്ഷിപു ശക്തീഹി, ചിക്ഷിപു എറിഞ്ഞു, ശക്തീഹി ശക്തികളെ, വേലുകൾ എറിഞ്ഞു ചിലര് എന്നാണ്. കേചിത് പാശാൻ, ചിലര്
പാശങ്ങളെ എറിഞ്ഞു. പാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് എന്നുള്ളതാണ്. അപ്പൊ പിടിച്ചു കെട്ടാനുള്ളതായിട്ടുള്ള കയറ്. കേച്ച് പാശാംസ് തഥ പാശാൻ, ചിലര് പാശങ്ങളെ എറിഞ്ഞു. തഥാ അവരെ, അതുപോലെ വേറെ ചിലർ ദേവീം ഖഡ്ഗപ്രഹാരൈഹി ച, ദേവിയെ ഖഡ്ഗപ്രഹാരങ്ങളെ കൊണ്ട്, ഖഡ്ഗം കൊണ്ടുള്ളതായിട്ടുള്ള വാളുകൊണ്ടുള്ളതായിട്ടുള്ള പ്രഹാരങ്ങൾ, വാളുകൊണ്ട് വധിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. ദേവീം ഖഡ്ഗപ്രഹാരൈഹി ച, ഖഡ്ഗങ്ങളെ കൊണ്ടുള്ള പ്രഹാരങ്ങളെ കൊണ്ടും ദേവീം ഹന്തും, താം ദേവീം ഹന്തും, ആ ദേവിയെ ഹരിക്കുവാനായിട്ട് പ്രചക്രമുഹു ഉദ്യമിച്ചു തുടങ്ങി എന്നുള്ളതാണ്. സാപി ദേവീ തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രതിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. ആ ദേവി, സാ അപി ദേവി, ആ ദേവിയാകട്ടെ, തതഃ അനന്തരം ആ ദേവിയാകട്ടെ, താനി ശസ്ത്രാണി അസ്ത്രാണി, ആ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും, അതായത് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ടല്ലോ, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം എന്നേ ഉള്ളൂ. അപ്പോൾ പലവിധത്തിലുള്ളതായിട്ടുള്ള ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും ഒക്കെ ചണ്ഡികയായിട്ടുള്ള ആ ദേവി ലീലയാ ഏവ, ലീലയൈവ പദം മുറിക്കുമ്പോൾ ലീലയാ ഏവ, ലീലയായിട്ട് തന്നെ, അതായത് വളരെ നിസ്സാരമായിട്ട് ഒരു തമാശ മാതിരി, കളി മാതിരി ആയിരുന്നു എന്നുള്ളതാണ്. ലീലയൈവ പ്രതിച്ഛേദ, ചിച്ഛേദ എന്ന് വെച്ചാൽ മുറിച്ചു, ആ അസ്ത്രങ്ങളെയൊക്കെ ഖണ്ഡിച്ചു എന്നുള്ളതാണ്. പ്രതിച്ഛേദ നിജശസ്ത്രാസ്ത്ര വർഷിണി, തൻ്റെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും വർഷിച്ചുകൊണ്ട്, തൻ്റെ നിജശസ്ത്ര വർഷിണി, തൻ്റെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും വർഷിച്ചുകൊണ്ട് ആ ആയുധങ്ങളെയെല്ലാം, തൻ്റെ നേർക്ക് വന്നതായിട്ടുള്ള ആയുധങ്ങളെയെല്ലാം ഛേദിച്ചു, മുറിച്ചു തള്ളി എന്നാണ്. അനായാസാനനാദേവി സ്തൂയമാനാസുരർഷിഭിഃ മുമോച അസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ചേശ്വരീ. ഈ അസ്ത്രങ്ങൾ മുറിച്ചു എന്ന് മാത്രമല്ല, ഇനി ദേവി എന്താണ് ചെയ്തത്? അനായാസാനനാ ദേവി, അനായാസമായിട്ടുള്ള ആനനത്തോടു കൂടിയ, കണ്ട മുഖത്ത് യാതൊരു പ്രയാസവും ഇല്ല, അങ്ങനെ അനായാസമായിട്ടുള്ള ആനനത്തോടു കൂടിയ, മുഖത്തോടു കൂടിയ ദേവി, യാതൊരു ബുദ്ധിമുട്ടും തോന്നിക്കാത്തതായിട്ടുള്ള ആ മുഖത്തോടു കൂടി ദേവി സ്തൂയമാന സുരർഷിഭി, സുരർഷികളാൽ സ്തൂയമാനയായിട്ട്, സ്തൂയമാന സ്തുതിക്കപ്പെടുന്നവളായിട്ട്, സുരർഷിഭി, ആരാണ്? സുരന്മാരും ഋഷികളും ഒക്കെ സ്തുതിക്കുന്നുണ്ട് ഇത് കാണപ്പോ എന്നുള്ളതാണ്. സുരർഷിഭി, സുരന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ടവരായി, മുമോച അസുരദേഹേഷു മുമോച, അസുരദേഹങ്ങളിൽ മോചിപ്പിച്ചു. മുമോച അസുരദേഹേഷു, ദേഹങ്ങളിൽ മുമോച മോചിപ്പിച്ചു. എന്താണ്? ശസ്ത്രാണി അസ്ത്രാണി ച ഈശ്വരിയായ ആ ദേവി അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും ഒക്കെ അസുരന്മാരിൽ പ്രവർത്തിച്ചു എന്നാണ്. ഇങ്ങോട്ട് വന്നതായിട്ടുള്ള ആയുധങ്ങളെ ഛേദിച്ചു എന്ന് മാത്രമല്ല, അങ്ങടെ അസുരന്മാരെ എല്ലാം ശസ്ത്രങ്ങളെ കൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ലളിതാംബികായൈ നമഃ.